മനഃപൂർവ്വം അനുവേട്ടനെ ഞാൻ ആ ഗുണ്ടകളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ? ഭീരുത്വം, ഭയം. അവനെ പോലൊരു ഗുണ്ട മുന്നേ വന്ന് നിന്നപ്പോ സച്ചേട്ടൻ പേടിച്ചു. അർച്ചന പ്ലീസ്. അവന്റെ പെങ്ങൾ അനുവേണ്ട വണ്ടിയുടെ മുമ്പിലേക്ക് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയതാന്ന് അവന്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് മരിക്കാൻ ഒട്ടും പേടിയുമില്ല. അർച്ചന. അച്ഛാ, ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? ആ ഗുണ്ടയോട് കള്ളം പറഞ്ഞതിന്റെ ഫലം എന്താണെന്നറിയോ? സച്ചേട്ടൻ പറഞ്ഞത് സത്യ. ആ സമയത്ത് എന്നെയും കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാ ആ കള്ളമൊക്കെ പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞ സമയത്ത് അനൂപേണ്ണ അവർക്ക് കൈമാറിയില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാന്നുള്ളത് അറിയോ? അവൻ ആരുടെ നേരെയായിരിക്കും പിന്നെ വരാൻ പോകുന്നത്? സച്ചേന്റെ നേരെ. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഒന്നുകിൽ എനിക്ക് അനൂപേണ്ണെ നഷ്ടപ്പെടും. അനൂപേണ്ണെ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ അവന്മാര് സച്ചേന്റെ നേരെ തിരിയും. സച്ചേന്റെ ജീവൻ പോലും അപകടത്തിലാവും. ഇത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും സച്ചേട്ടൻ കാണിക്കാത്തത് എന്തുകൊണ്ടാ? മോനെ, നീ കാണിച്ച വലിയ മണ്ടത്തരായിപ്പോയി. അർച്ചന മോള് പറയുന്നതാണ് ശരി. അനൂപിനെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ നിന്റെ ജീവൻ അപകടത്തിലാവും. ഞാനത് മനഃപൂർവ്വം പറഞ്ഞല്ലെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് എനിക്ക് മറ്റൊന്നും തോന്നിയില്ല. ആദ്യം എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് അർച്ചനയും മോളെ രക്ഷപ്പെടുത്തണം. ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. സച്ചേട്ടൻ പറഞ്ഞപ്പോ കാര്യമൊക്കെ തീർന്നു. പക്ഷെ സംഭവിക്കാൻ പോകുന്ന അതല്ല. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അനൂപേണ്ണെ ഞാൻ രക്ഷിക്കും. പക്ഷെ ആ ഗുണ്ടകളെല്ലാം കൂടി പിന്നെ കയറി വരാൻ പോകുന്നത് ഈ നെല്ലിശ്ശേരിയിലേക്കായിരിക്കും. അച്ഛാ, സച്ചേന്റെ ഒരു വാക്ക് കാരണം ഇതുവരെ ഇല്ലാതിരുന്ന ഭീഷണിയുടെ മുമ്പിലേക്കാ നമ്മൾ ചെന്ന് നിൽക്കുന്നത്. നാളെ അവൻ എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് എനിക്ക് സഹോദരനെ വേണോ അതോ ഭർത്താവിനെ വേണോ എന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയണം? ഇതിനുള്ള ഉത്തരം എന്താന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം സച്ചേന് മാത്രമോ? അച്ഛൻ വിഷമിക്കണ്ട. അർച്ചന ഇതെല്ലാം ഇപ്പോഴത്തെ ടെൻഷനിൽ പറഞ്ഞതാ. അവന്റെ കയ്യിൽ നിന്ന് അനുവേട്ടനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. എന്തായാലും ഇവര് പറയുന്നത് കേട്ടിട്ട് അവനൊരു സാധാരണ ഗുണ്ടയാണെന്ന് തോന്നില്ല. അവനെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. ചെങ്കൽ മധു, അവനാൾ കൊള്ളാലോ.